എന്തുകൊണ്ട് നാട് വിട്ടു? തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഒരു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ രാജ്യം വിട്ടു പോകുക എന്ന് പറഞ്ഞാൽ അതും ബാലിശമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, എന്നിട്ട് അതിനെ ന്യായീകരിക്കാൻ വരിക പാർട്ടി സെക്രട്ടറി. ദൈവത്തോടാണ് AK ബാലൻ മുഖ്യമന്ത്രിയെ ഉപമിച്ചത്. ദൈവം പോലും ലോകം സൃഷ്ടിക്കാൻ 6 ദിവസം അധ്വാനിച്ചിട്ട് 7ാമത്തെ ദിവസം വിശ്രമിച്ചു. അതുപോലെ സഖാവ് പിണറായി വിജയൻ കമ്മ്യൂണിസം ലോകത്തുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഒരു 55-60 കൊല്ലം കഴിഞ്ഞതിന് ശേഷം വിശ്രമിക്കാൻ പോയിക്കൂടെ? ഇതാണ് ബാലന്റെ ചോദ്യം. നല്ല ചോദ്യമാണ്. ദൈവം പോലും വിശ്രമിച്ച സ്ഥിതിക്ക് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കൊന്ന് വിശ്രമിച്ചൂടെ? അദ്ദേഹം സ്ഥിരമായിട്ട് വിശ്രമിക്കും. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എന്നത് ഉറപ്പാണ്. ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ വിശ്രമം. ഈ വിശ്രമം ജൂൺ 4 കഴിഞ്ഞിട്ടായ വല്ല കുഴപ്പമുണ്ടോ? ഒരാഴ്ച വിശ്രമം ഒന്ന് മാറ്റിവെച്ചാൽ എന്തെങ്കിലും പ്രയാസമുണ്ടോ? 2 കാരണങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസിന് അനുകൂലമായി പ്രസംഗിക്കാൻ ഇദ്ദേഹത്തിന് കഴിയില്ല എന്ന് ഒരുപക്ഷെ CPM നേതാക്കന്മാർക്ക് തോന്നിക്കാം. അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കൊണ്ടുപോയി ത്രിപുരയിലും ബംഗാളിലും പ്രദർശിപ്പിച്ചാൽ കോൺഗ്രസിനോടൊപ്പം സഖ്യം ചെയ്ത് മത്സരിക്കുന്ന ആ പ്രദേശത്ത് ആ സഖ്യം പോലും പൊട്ടിപ്പിളർന്ന് ഉള്ള വോട്ടും ഇല്ലാതാകുമോ എന്ന പേടിയാണ്. അവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പോലും ഇയാളെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുമോ എന്ന ഭീതി CPM അഖിലേന്ത്യാ നേതാക്കന്മാർക്കുണ്ടായിട്ടുണ്ടാകാം. ഏതായിരുന്നാലും അദ്ദേഹം പോയത് ഒരർത്ഥത്തിൽ നന്നായി. ഈ ദുരന്തത്തിന് അദ്ദേഹം കൂടി കാരണക്കാരനായിരുന്നു എന്ന് വരുത്തണ്ടല്ലോ. ഏതായിരുന്നാലും ഇവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഇതുപോലുള്ള ഒരു വലിയ ജനക്കൂട്ടത്തെ വിളിച്ചു വരുത്തിയത് ഒരൊറ്റ കാര്യത്തിലാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത്, തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം പറയും. വിവിധ പാർട്ടികൾ തമ്മിൽ അവരവരുടെ അഭിപ്രായങ്ങൾ വെച്ചിട്ട് പരസ്പരം പോരടിക്കും. ആശയപരമായ സംഘർഷങ്ങൾ ഉണ്ടാകും. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് സ്ഥിരമായി നിലനിർത്തി മനുഷ്യർ തമ്മിൽ സ്പർദ്ധയുണ്ടായി ഇനി എപ്പോഴോ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ ഗൂഢലക്ഷ്യം വെച്ചുകൊണ്ട് ആ വിദ്വേഷം വളർത്താനുള്ള ശ്രമം അത് അപകടകരമാണ് എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ്. അത് ചെയ്യരുത്. നമ്മുടെ നാടുണ്ടാകണം, നമ്മുടെ സൗഹാർദ്ദം നിലനിൽക്കണം. നമ്മൾ പരസ്പരം, ഏത് പാർട്ടിക്കാരനാണെങ്കിലും മനുഷ്യൻ പരസ്പരം സഹോദരരാണ് എന്ന ചിന്തയിലൂടെ പോകണം. നിങ്ങളെപ്പോലെ ബോംബുണ്ടാക്കി, ഇതുപോലെ കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കി, ഫേക്ക് സോഷ്യൽ മീഡിയ സബ്സ്റ്റൻസുകളൊക്കെ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും വിശ്വാസവും നിലനിർത്തണം. ഞങ്ങളിവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ നിങ്ങൾ പരസ്പരം ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ എങ്ങനെയൊക്കെ കൂട്ടിപ്പിടിക്കാൻ കഴിയുമോ എന്നതാണ് ഞങ്ങൾ നോക്കുന്നത്. നിങ്ങൾ അനിവാര്യത്തിക നക്ഷത്രമായിട്ട് നിന്നോ, കുഴപ്പമില്ല, അതിന് വോട്ട് ചോദിച്ചോ. പക്ഷേ അതിനപ്പുറത്തേക്ക് മനുഷ്യരെ ശത്രുക്കളാക്കുന്ന, മനുഷ്യരെ പരസ്പരം പോരടിക്കുന്ന രൂപത്തിലേക്ക് മാറ്റി ജീവിതത്തിൽ സമാധാന ഭംഗമുണ്ടാക്കുന്ന സ്ഥിതി ഉണ്ടാക്കരുത്. അതിനുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പശ്ചാത്തലത്തിലെങ്കിലും അതൊക്കെ തെറ്റായിരുന്നു എന്ന് തോന്നുകയും ഇനി അത്തരം ശ്രമങ്ങളിലേക്ക് വരില്ല എന്ന് നിങ്ങൾ തീരുമാനം എടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഏതായിരുന്നാലും ജൂൺ 4 കഴിഞ്ഞാൽ അത്തരം ഒരു തീരുമാനത്തിലേക്ക് നിങ്ങൾ സ്വയം വരും എന്നതുറപ്പാണ്. നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും രാജ്യത്ത് നടപ്പാക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാകുന്ന ഒരു ദിവസം കൂടിയാണ് ജൂൺ 4. പക്ഷേ നിങ്ങളുടെ മനസ്സുകൂടി ഒന്ന് ശരിയാക്കി എടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ മനസ്സുകൂടി. ഞങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ. ഇപ്പൊ ഇവിടെ ഫേസ്ബുക്ക് പോസ്റ്റ് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ കാസിമിന്റെ പേരിൽ ഫേക്ക് വരികയാണ്, സാമൂഹ്യ മാധ്യമത്തിൽ വരിക. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഇത് വരുന്നത്. ധൈര്യസമേതം അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണുമായി പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നില്ല. പരിശോധിച്ചോ? സുദീർഘമായ മണിക്കൂറുകൾ പോലീസ് എല്ലാ കഴിവുകളും ഉപയോഗിച്ച്, നമ്മുടെ സൈബർ വിങ് വളരെ പ്രശസ്തമാണ്, എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയിട്ട് പറഞ്ഞു ഇദ്ദേഹമല്ല, ഇദ്ദേഹത്തിൻ്റെ ഫോണിൽ നിന്നല്ല. അത് സമ്മതിച്ചിട്ടുണ്ട്.
എന്നാ പിന്നെ ഏത് ഫോണിൽ നിന്നാണ് എന്ന് കണ്ടുപിടിക്കേണ്ട ബാധ്യത പോലീസിനില്ലേ? അതെന്താ ചെയ്യാത്തത്? ഞങ്ങൾ പറയുന്ന അതാണ്. ഏത് ഫോണിൽ നിന്ന് ഇത് പുറത്തു വന്നു? ഏത് ഗ്രൂപ്പിലൂടെ ഇത് പ്രചരിപ്പിച്ചു? അതിൽ MLA ഉണ്ടോ, മുൻ MLA ഉണ്ടോ, MLAയുടെ ഭാര്യയുണ്ടോ, സെക്രട്ടറിയുടെ പെങ്ങളുണ്ടോ എന്നൊന്നുമല്ല പ്രശ്നം. ഏത് ഫോണിലൂടെ, ഏത് മീഡിയയിലൂടെ ഇത് പുറത്തു വന്നു? വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന കാര്യമാണ്. കേരളത്തിലെ പോലീസിലെ സൈബർ വിങ്ങിന് നിഷ്പ്രയാസം കണ്ടുപിടിക്കാവുന്ന കാര്യമാണ്. എന്താ കണ്ടുപിടിക്കാത്തത്? എന്താ കണ്ടുപിടിക്കാത്തത്? അതുകൊണ്ട് ഞങ്ങൾ ഫോൺ കൊടുത്ത് നോക്കാൻ പറയുക മാത്രമല്ല ചെയ്തത്. കേസ് കൊടുത്ത് പരാതി കൊടുത്തു, പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തി, SP ഓഫീസ് മാർച്ച് നടത്തി. ഇനി നിയമപരമായി നേരിടാനും പോവുകയാണ്. അത് കണ്ടുപിടിക്കണം. നിങ്ങൾ ചെയ്യുന്ന ഈ കൃത്രിമങ്ങൾ മുഴുവനും നിങ്ങളെ തേടി വരികയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അത് കൊണ്ടു. കേരളത്തിന് പുറത്തൊക്കെ നിങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നേരിട്ട ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അത് അവരുണ്ടാക്കിയത് തന്നെയാണ്. ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്ന് അതിനെ വഞ്ചിച്ചു. ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്നു. ആദ്യത്തെ യോഗങ്ങളിലൊക്കെ സജീവമായി പങ്കെടുത്തു. സ്വാഗതം പറയാൻ മുന്നിൽ നിന്നു. പത്രസമ്മേളനം നടക്കുമ്പോൾ അതിന് മുന്നിൽ നിന്ന് പ്രസംഗിച്ചു. ഫോട്ടോ എടുക്കാൻ വന്നപ്പോൾ എല്ലാവരും തിരക്കി യെച്ചൂരി മുന്നിലേക്ക് ചാടി കയറി എന്നൊക്കെ ചെയ്തു. പക്ഷെ ഏകോപന സമിതി ഉണ്ടാക്കിയപ്പോൾ പറഞ്ഞു ഞങ്ങളില്ല. അപ്പൊ ആദ്യം മുതലേ ഇതിൽ കൃത്രിമ, നേർക്ക് നേരെയല്ല, സത്യസന്ധമല്ല എന്നത് ഇന്ത്യ രാജ്യത്തിലെ മുഴുവൻ ഉത്ബുദ്ധരായ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇത്രത്തോളം അവഹേളിതമായ ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ രാജ്യത്തിലെ ഒരു തെരഞ്ഞെടുപ്പിലും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ജയിക്കാനും തോൽക്കാനും ഉണ്ട്. ഇത് തോൽവിയല്ല, സ്വയം വരുത്തി വെച്ച വിനകളാണ്. പരാജയം മുന്നിൽ കണ്ടുകൊണ്ട് ഭരണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് നേതാക്കന്മാർ എത്തിയതിൻ്റെ ഫലമാണ് മാർക്സിസ്റ്റ് പാർട്ടി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ചെയ്തികളുടെ ഫലം നിങ്ങൾ അനുഭവിക്കുക. അതിന് ജനങ്ങളെ കരുക്കളാക്കരുത്, മനുഷ്യരെ പരസ്പരം വൈരികളാക്കരുത്, അവരെ പരസ്പരം ഏറ്റുമുട്ടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകരുത്. ജാതിയും മതവും ഒക്കെ ഉത്തരേന്ത്യയിൽ BJP പ്രചരിപ്പിക്കുന്നത്, ഏറ്റെടുത്ത് നടത്തുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. ആ ഉത്തരവാദിത്വം കേരളത്തിൽ നിങ്ങൾ ഏറ്റെടുത്ത് നടത്തരുത് എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. സമാധാനം വേണം. UDFന്റെ RMPയുടെ പ്രവർത്തകരിൽ നിന്ന് അതിക്രമങ്ങൾ ഉണ്ടാകരുത്. നമ്മുടെ സംയമനം പാലിക്കേണ്ടതുണ്ട്. സമാധാനവും അച്ചടക്കവുമാണ് UDFന്റെ മുഖമുദ്ര. അതിലൂടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. തെറ്റുകൾ തിരുത്തി ഇടതുപക്ഷ മുന്നണിയിൽ നിന്ന് ധാരാളം പാർട്ടിയുടെ കമ്മ്യൂണിസ്റ്റ് സഖാക്കൾ വിട പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അതാണ് തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലുമൊക്കെ അഭൂതപൂർവമായ ഭൂരിപക്ഷ വർധനവ് UDFന് ഉണ്ടാക്കി തന്നത്. അത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ നമുക്ക് അനുകൂലമായ സാഹചര്യത്തിലേക്ക് പോകും. ആ സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സമാധാനത്തിന് വേണ്ടി, സഹവർത്തിത്വത്തിന് വേണ്ടി, സർവോപരി മാനവിക ഐക്യത്തിന് വേണ്ടിയുള്ള സന്ദേശ പ്രചരണമാണ് ഈ യോഗം എന്ന് മാത്രം നിങ്ങളോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.